അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുളിഞ്ഞാലിലെ മയ്യത്ത് നിസ്കാര വിവാദവുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലുള്ള കളവുകളും അനാവശ്യ പ്രചരണങ്ങളും നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പുളിഞ്ഞാൽ മഹല്ലി നിവാസി എന്ന നിലയിൽ ആ വിഷയം ബോധ്യപ്പെടുത്തൽ ഒരു ബാധ്യത എന്ന നിലക്കാണ് ഈ വോയിസിൽ വരുന്നത്. പുളിഞ്ഞാൽ മയ്യത്ത് നിസ്കാരം തടയൽ തുടർക്കഥയായി കൊണ്ടിരിക്കുകയാണ്. മറ്റു മഹല്ലുകളെ പോലെ ചില ആളുകൾ ചോദിച്ചു, നിങ്ങൾ വേറെ മഹല്ലായി സംവിധാനങ്ങളായി പോയല്ലേ, വീണ്ടും എന്തിനാ ഞങ്ങളെ മഹലിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു? അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നു, മഹലിലെ എല്ലാ അവകാശങ്ങളും വാങ്ങി നിങ്ങൾ പോയതല്ലേ, പിന്നെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നതെന്ന്. ഇത് രണ്ടും യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ് എന്നെ ശ്രവിക്കുന്ന പുളിഞ്ഞാലിലെ സാധാരണക്കാരായ ഈ വിഷയത്തിലൊന്നും ഇടപെടാത്ത കാര്യങ്ങൾ അറിയാത്തവരോട് പറയാൻ. അതേപോലെ പുറത്തു നിന്നുള്ള ആളുകൾ ഈ വിഷയം കേൾക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്? സാധാരണഗതിയിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നത് പോലെ നമ്മുടെ നാട്ടിൽ മഹല്ല് ഭിന്നിക്കാനുള്ള പല കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മളെ നാരിയത്ത് സ്വലാത്തുകളും ആത്മീയ മജ്‌ലിസുകളും പഠന ക്ലാസ്സുകളും പല സമയങ്ങളിലായി പല സ്ഥലങ്ങളിലായി ക്രമീകരിക്കപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ പ്രവർത്തകന്മാരുടെ വീട്ടിൽ നിന്ന് പോലും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിൽ ഭീഷണികളും എതിർപ്പുകളും വന്നപ്പോഴാണ് ഒരു ആസ്ഥാന കേന്ദ്രം എന്ന നിലയിൽ പുളിഞ്ഞാൽ ടൗണിൽ ഒരു നിസ്കരിക്കാൻ സൗകര്യപ്രദമായ സ്ഥലം ഇല്ല എന്നും കൂടെ മനസ്സിലാക്കിയിട്ട് സുന്നി സെന്ററിന് തറക്കല്ലിടുന്നത്. ആ സുന്നി സെന്റർ തറക്കല്ലിട്ടു. അവിടെ ദർസും അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും നടന്നു വരുമ്പോൾ അത് പൂട്ടണമെന്നും അവിടുത്തെ ദർസ് അവസാനിപ്പിക്കണമെന്നും തുടങ്ങിയ അവിടെ ക്രിയാത്മകമായി ദീനീപരമായി സാമൂഹ്യപരമായി ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നിർത്തിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ, അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നിരന്തരമായി മഹല്ലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരാണ് ഇന്ന് നല്ല പിള്ള ചമയാൻ വരുന്നത്. കൃത്യമായി നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയണം. അതേസമയത്ത് പ്രശ്നങ്ങൾ കലുഷിതമായപ്പോൾ ഒരു രക്തരൂക്ഷിതമായ പ്രസ്താവനകളിലേക്കോ പ്രയാസങ്ങളിലേക്കോ ഒന്നും നാട് നീങ്ങിപ്പോകരുത് എന്ന് കരുതി സംയമനത്തിന്റെ രൂപത്തിലാണ് നമ്മുടെ നാട്ടിലെ എപി വിഭാഗം ആളുകൾ എപ്പോഴും പ്രവർത്തിച്ചത്. അവസാനമായി നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് ഒരു ഹിതപരിശോധന എന്ന രൂപത്തിലുള്ള ഒരു ചർച്ചക്ക് വഴിതെളിഞ്ഞു. ഹിതപരിശോധനയിൽ നമ്മൾ നിർദ്ദേശിച്ചത് നിലവിൽ പോകുന്ന രൂപത്തിൽ മഹല്ല് മുന്നോട്ട് പോകണമോ എന്ന് ജനങ്ങളോട് ചോദിക്കാൻ പറഞ്ഞ ചോദ്യത്തിന് പകരം ആദ്യം തന്നെ നിങ്ങൾ EK വിഭാഗമാണോ AP വിഭാഗമാണോ എന്ന ചോദ്യമിട്ട് അങ്ങനെ 300ഓളം വരുന്ന മഹലിൽ 105ഓളം ആളുകൾ ഹിതപരിശോധനയിൽ നിന്ന് മാറി നിന്നു. കാരണം നേരത്തെ പറഞ്ഞതുപോലെയല്ല ഹിതപരിശോധന നടത്തിയത്. അതുകൊണ്ട് തന്നെ ഹിതപരിശോധനയുടെ ഗൂഢമായ ലക്ഷ്യം ഇവിടെ 2 മഹല്ലാക്കലായിരുന്നു. അങ്ങനെ തത്വത്തിൽ അങ്ങനെ ഒരു ഹിതപരിശോധന നടത്തി
നാടിനെ രണ്ടു മഹല്ലാക്കിയവർ ആണ് ഇന്ന് സംയമനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ പറയുന്നതെന്ന് ഓർക്കണം. അവസാനമായി നമ്മുടെ പ്രവർത്തകന്മാരെ ജനറൽ ബോഡി അംഗമല്ല, ഹിതപരിശോധനയിൽ പങ്കെടുക്കാത്തത് കൊണ്ട്, ഹിതപരിശോധന കബളിപ്പിച്ച് നടത്തിയത് കൊണ്ടാണ് നമ്മളതിൽ പങ്കെടുക്കാതിരുന്നത്. അതുകൊണ്ട് ജനറൽ ബോഡി മെമ്പറല്ല എന്നും അവിടെ വേണമെങ്കിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കാമെന്നും രണ്ടാൻ പൗരന്മാരായിട്ട് കാണുന്ന ഒരു സ്വഭാവമുണ്ടായപ്പോൾ സ്വാഭാവികമായും മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടായതുപോലെ ഒരു രക്തം ചിന്തിയോ അല്ലെങ്കിൽ കലാപങ്ങൾ ഉണ്ടാക്കിയോ ഒരു പ്രതിസന്ധി ഉണ്ടാകണ്ട എന്ന് കരുതി പല സമയങ്ങളിലായി നമ്മളെയും കൂടി പരിഗണിക്കണമെന്ന് നടത്തിയ ചർച്ച ഫലവത്താകാതെ പോയപ്പോഴാണ് നമ്മൾ ഒരവകാശവും വാങ്ങാതെ, അത് പറയുമ്പോൾ ഈ മഹലിൽപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ നേരിട്ട് കൊടുത്ത ഇവിടെ വഖഫ് സ്വത്തുകൾ ഈ മഹലിലുണ്ട്. അതുപോലെ തന്നെ അവരുടെ പൂർവികർ, ഞങ്ങളുടെയൊക്കെ പൂർവികർ ഇവിടെ അധ്വാനിച്ചുണ്ടാക്കിയ പള്ളിയും സംവിധാനങ്ങളുമുണ്ട്. മാത്രമല്ല പുളിഞ്ഞാൽ പുതിയ വലിയ ജുമാഅത്ത് പള്ളി നിർമ്മാണത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത കീട്ട മൊയ്തു ഹാജി നേരത്തെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് അദ്ദേഹം ജുമ കഴിഞ്ഞ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നാട്ടിൽ അങ്ങനെ ഒരു വിഭാഗീയമായ ഒരു അവസ്ഥയിൽ പള്ളിയിൽ ഏതെങ്കിലും വിഭാഗത്തിന് വാങ്ങിച്ചു കൊടുക്കുന്ന രൂപം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കാറ്റിൽ പരത്തി ചില ആളുകളുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി. വ്യക്തികൾ ഇവിടെ വിഷയമല്ല. കാരണം വ്യക്തിഹത്യയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ പകപോക്കലോ ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. തെറ്റിദ്ധരിച്ച ആളുകൾ അത് തിരിച്ചറിയുകയും സത്യം ഇതാണെന്ന് അറിയുകയും വേണം. അവസാനം രണ്ട് മഹല്ലായി പോകാം എന്ന ഒരു ധാരണയിൽ ഒരു അവകാശവും വാങ്ങാതെ നിലവിലുള്ള തറവാട് മഹലിലെ ഒരു കാര്യവും ഒരു നയാ പൈസ പോലും ചോദിക്കാതെ കൃത്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കി. ആ വ്യവസ്ഥയിലെ ഒരു ഖണ്ഡികയിൽ മരണാനന്തര കർമ്മങ്ങളും അതുപോലെ തന്നെ നിക്കാഹ് അടങ്ങുന്ന കല്യാണം സംബന്ധമായ മറ്റു കാര്യങ്ങളൊക്കെ ഓരോ മഹലിന്റെ കാർമ്മികത്വത്തിൽ ചെയ്യണമെന്ന് പ്രത്യേകം എഴുതി ചേർക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അവകാശപ്പെടാൻ കാരണം പല കല്യാണ വേദികളിലും പല മരണ വീടുകളിലും നേരത്തെയും ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം മഹലിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കൊണ്ട് മയ്യത്ത് നിസ്കരിപ്പിക്കാനും മയ്യത്തിന്റെ മരണാനന്തര കർമ്മങ്ങൾ നടത്താനും നിർബന്ധ ബുദ്ധ്യ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കല്യാണ വീടുകളിലും ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇനിയുണ്ടാകുന്ന അത്തരം കാര്യങ്ങളിൽ കാർമ്മികത്വം വഹിക്കേണ്ടത് എന്ന് മാത്രമാണ് അവിടെ എഴുതിയത്. ആ ഒരു ഖണ്ഡികയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആ AP പള്ളിയിലെ മയ്യത്ത് AP പള്ളിയിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത് എന്ന് ദുർവ്യാഖ്യാനം ചിലർ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നത്തെ വ്യവസ്ഥയിൽ തന്നെ എഴുതി ചേർക്കാൻ പറയുകയും തലേ രാത്രി നടത്തിയ ചർച്ചയിൽ ജുമഅത്ത് പള്ളിയിൽ വെച്ചുകൊണ്ട് രണ്ടു കൂട്ടരുടെയും മയ്യത്ത് നിസ്കരിക്കാനുള്ള സൗകര്യം അതുമാത്രമാണ് AP വിഭാഗം ആവശ്യപ്പെട്ടത്. അങ്ങനെ പിറ്റേന്ന് വന്ന ആ ഒരു മസ്ലഹത്ത് ചർച്ചയിൽ അത് എഴുതാതെ വന്നപ്പോൾ അത് എഴുതണമെന്ന് വാശി പിടിച്ചപ്പോൾ രണ്ട് വിഭാഗത്തിലെയും ജില്ലാ നേതാക്കന്മാർ മധ്യസ്ഥം വഹിച്ചിട്ട് ഒരു കുട്ടിയുടെയും മയ്യത്ത് പള്ളിയിൽ തടയില്ല, അത് അള്ളാഹുവിൻ്റെ ഭവനമാണ്, അതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത്തരം കാര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറഞ്ഞ വാക്കാൽ ഉറപ്പ് പറഞ്ഞു. അത് വ്യവസ്ഥയിൽ എഴുതണ്ട, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ബുദ്ധിയുള്ളവർ അങ്ങനെ ചെയ്യില്ലല്ലോ എന്നു പറഞ്ഞ് ഉറപ്പിച്ച ഒരു സംഭവമായിരുന്നു അത്. അതുകൊണ്ട് മാത്രമാണ് അന്ന് അങ്ങനെ വ്യവസ്ഥയിൽ രേഖാമൂലം എഴുതാതെ പോയത്. എന്തുകൊണ്ടാണ് വീണ്ടും അത്തരത്തിൽ ഒരു കാര്യം പറയുന്നത്? പുടിഞ്ഞാൽ സുന്നി മഹൽ ഉണ്ടാക്കാൻ വേണ്ടിയല്ല സുന്നി സെന്റർ ഉണ്ടാക്കിയത്. ആ സ്ഥാപനം ആർക്ക് വന്ന് കണ്ടാലും അറിയാം, പള്ളിയുള്ളത് ഇന്ന് നിസ്കരിക്കാൻ സൗകര്യപ്പെടുത്തിയ പള്ളിയുള്ളത് 1-ാം നിലയിലാണ്. 1-ാം നില ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് അതിൻ്റെ 1-ാം നിലയിലാണ് പള്ളി ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 2 മഹല്ലായി പിരിഞ്ഞതിന് ശേഷവും അവിടെ ജുമുഅ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കൊറോണ കാലത്ത് അനിവാര്യമായി വന്ന ഒരു സമയത്ത് മാത്രമാണ് ആളുകൾ പരിമിതപ്പെടുത്തിക്കൊണ്ട് ജുമുഅ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ പള്ളിയിലും നടന്നതുപോലെ നമ്മളെ സുന്നി മഹല്ല് പള്ളിയിലും അന്നാണ് ജുമുഅ തുടങ്ങിയത്. അതുപോലെ അത്തരത്തിലുള്ള ഒരു കാര്യവും നടത്താനോ അല്ലെങ്കിൽ ജുമുഅ തുടങ്ങാനോ മറ്റ് സംവിധാനത്തിനു വേണ്ടിയുള്ളതല്ല, മറിച്ച് ടൗണിൽ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം എന്നുള്ളതാണ് അതിൽ നമ്മൾ കണ്ടത് ഒരു കാര്യം മാത്രം.
ആ ഒരു കാര്യം എല്ലാവരും കൃത്യമായി മനസ്സിലാക്കണമെന്നും അതുകൊണ്ടാണ് മയ്യത്ത് നിസ്കാരം അതൊരു അവകാശമായതുകൊണ്ട് ആ മഹല്ലു പള്ളിയിൽ നിന്ന് തന്നെ നിസ്കരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ഇന്നലെ നടന്ന മയ്യത്ത് നിസ്കാരത്തിന് പുളിഞ്ഞാൽ മഹല്ലിൽ അദ്ദേഹത്തിന്റെ മകനോട് അന്വേഷിച്ച് അവരുടെ സമ്മതം വാങ്ങി, അതേപോലെ കുടുംബക്കാരുടെ സമ്മതം വാങ്ങിയാണ് പുളിഞ്ഞാൽ മഹല്ല് പള്ളിയിൽ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ചില ആളുകൾ ദുഷ്പ്രചരണം നടത്തുന്നുണ്ട്. പുറത്തു നിന്ന് വന്ന ആളുകളാണ് അവിടെ കലാപമുണ്ടാക്കിയത്, കുഴപ്പമുണ്ടാക്കിയത്. മഹല്ലിലെ AP വിഭാഗത്തിനോ EK വിഭാഗത്തിനോ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് ഇന്നലെ കണ്ട ദൃക്സാക്ഷികൾക്ക് കൃത്യമായിട്ടും അറിയാം. പുളിഞ്ഞാൽ മഹല്ലിലെ AP വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് മയ്യത്ത് നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് വന്നതും. അതേപോലെ അബാലവൃദ്ധം ജനങ്ങൾ അന്ന് കൂടിയ ഒരുപാട് ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി വന്നു. പക്ഷേ ലൈറ്റ് ഓഫ് ആക്കിയതും അതുപോലെ തന്നെ മയ്യത്തിനു വേണ്ടി പിടിവലി കൂടിയതും മറ്റ് മഹല്ലിലെ EK വിഭാഗത്തിലെ ആളുകളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സത്യം തിരിച്ചറിയുകയും എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു പ്രതിസന്ധിയിൽ നിസ്കരിക്കാൻ അവകാശ ലംഘനം നടത്തിയിട്ടും അതിനെ ന്യായീകരിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത് വലിയ പ്രയാസമുളവാക്കുന്നതാണ്. ഈ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിൽ നടക്കുന്ന ഈ ഒരു നെറികേടികൾക്കെതിരെ പൊതുസമൂഹം, എനിക്ക് പറയാനുള്ളത് പുളിഞ്ഞാൽ മഹല്ലിലെ മൊത്തത്തിൽ ജനങ്ങൾ ഈ വിഷയം കൃത്യമായിട്ട് പഠിക്കണം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ആരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഒരു പള്ളിയിൽ വെച്ച് ഒരു മയ്യത്ത് നിസ്കാരം മാത്രം ചോദിക്കുമ്പോൾ, അവസാന നിമിഷത്തെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചോദിക്കുമ്പോൾ അതുപോലും ലംഘിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. ഇത് ദീനല്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ആ രൂപത്തിൽ തെറ്റിദ്ധരിച്ച ആളുകളോട് പറയാനുള്ളത്, എന്തിനാണ് മറ്റു പള്ളി ഉണ്ടാകുമ്പോൾ, സ്വന്തമായി പള്ളി ഉണ്ടാകുമ്പോൾ മറ്റൊരു പള്ളിയിലേക്ക് പോയി കലാപം ഉണ്ടാക്കുന്നത്? അങ്ങനെ ഒരു വിചാരത്തിലല്ല. ആ പള്ളിയിൽ അങ്ങനെ നിസ്കരിക്കാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളതും പുളിഞ്ഞാലിൽ വന്നാൽ ആർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി അങ്ങാടിയിൽ നമുക്ക് അവകാശപ്പെട്ടത്, നമ്മൾ ആവശ്യപ്പെട്ടത്, നമ്മൾ അവകാശം എന്ന രൂപത്തിൽ നമ്മൾ ആവശ്യപ്പെട്ട ഒരു കാര്യത്തിനു വേണ്ടി മാത്രമാണ് അവിടെ അത്തരത്തിലുള്ള ആവശ്യത്തിനു വേണ്ടി, അവകാശത്തിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് മാത്രം ഉണർത്തി മുഴുവൻ ആളുകളും ഖൈറിനു വേണ്ടി, നാട്ടിലെ ഐക്യത്തിനു വേണ്ടി, സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പുതിയ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, സുന്നി മഹല്ല് ഫെഡറേഷന്റെ 50-ാം വാർഷികത്തിന്റെ ഉദ്ഘാടന സമ്മേളനം എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ചെമ്മാട് വെച്ചുകൊണ്ട് ഒരു സമ്മേളനം തട്ടിക്കൂട്ടുകയുണ്ടായി. ആ സമ്മേളനത്തിൽ ചില പ്രഭാഷകരൊക്കെ നടത്തിയ പ്രഭാഷണങ്ങൾ കണ്ട് സോഷ്യൽ മീഡിയ ചിരിക്കുകയാണ്. അതായത് മൊത്തത്തിലൊരു കോമഡി പോലെ ആയിട്ടുണ്ട്. ഇവരെവിടെ സമ്മേളനം നടത്തിയാലും ഇതാണ് സ്ഥിതി എന്ന് പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ഓരോ സമ്മേളനങ്ങളും ഇവർ കൊണ്ടെത്തിക്കുകയാണ്. കാരണം ലക്ഷ്യം എന്നുള്ളത് സമസ്തയല്ല, സുന്നത്ത് ജമാഅത്തല്ല, ദീനല്ല എന്നതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരിപാടികളൊക്കെ ഒരു കോമാളിത്തരമായിട്ട് മാറുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോഴും അതുതന്നെയാണ് സമസ്തയിലെ ചില തൽപര കക്ഷികൾ. അവർ തട്ടിക്കൂട്ടിയ ഈ ഒരു പരിപാടിയും ഇപ്രകാരമായിട്ട് ഒരു കോമഡിയായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൽമാൻ അസ്ഹർ ഉസ്താദ്, എന്താണ് ആ സമ്മേളനത്തെക്കുറിച്ച് പറയാനുള്ളത്? SMFന്റെ സമ്മേളനത്തിൽ SMFന്റെ പേരിൽ നടത്തപ്പെട്ട സമ്മേളനത്തിന്റെ അതിൽ നടന്ന പ്രഭാഷണങ്ങളും അതിലെ അബദ്ധങ്ങളൊക്കെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഈ SMFന്റെ 50-ാം വാർഷിക പ്രഖ്യാപന സമ്മേളനമാണ് അവർ നടത്തിയത്. ഈ വേറെ ചില സംഘടനയുടെ ആളുകൾ സമസ്തയുടെ 100-ാം വാർഷികം പ്രഖ്യാപിക്കുമ്പോഴും അതേപോലെ SYSന്റെ സമ്മേളനങ്ങൾ പ്രഖ്യാപിച്ചപ്പോഴൊക്കെ നിങ്ങൾക്ക് അത്ര വയസ്സായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഘോരമായി പ്രഭാഷണം നടത്തിയിരുന്ന ആളുകൾ തന്നെ SMFന്റെ 38 വർഷമായ ഒരു സംഘടനയുടെ 50-ാം വാർഷികം ധൃതിപ്പെട്ട് ആഘോഷിക്കുന്നതിന്റെ പിന്നിലുള്ള വികാരം എന്താണ്, അല്ലെങ്കിൽ അവരെ അതിന് പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് ഒന്ന് വിലയിരുത്തേണ്ടതുണ്ടല്ലോ. യഥാർത്ഥത്തിൽ SMFന് 50-ാം വാർഷികം ആഘോഷിക്കേണ്ട സമയം ആയിട്ടുണ്ടോ? ഇതൊന്ന് ചർച്ച ചെയ്യണ്ടേ? അതെ, യഥാർത്ഥത്തിൽ SMFന് 50-ാം വാർഷികം ആഘോഷിക്കേണ്ട സമയമായിട്ടില്ല. ഇത് സമസ്തയുടെ പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ഉയർത്തിയ ഒരു കാര്യമാണ്, ഉയർത്തിയ ഒരു ചോദ്യമാണ്.
യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം സൽമാൻ അസ്ഹർ ഉസ്താദ് എൻ്റെ കയ്യിലുള്ളത് ഇത് ആധികാരികമായിട്ട് പറയാം, സമസ്തയുടെ 70-ാം വാർഷിക സൊവനീറാണ് ഈ കയ്യിലുള്ളത്. ഇതിൽ ഒരു അധ്യായം തന്നെയുണ്ട്, സുന്നി മഹല്ല് ഫെഡറേഷൻ ഉലമ ഉമറ ഐക്യത്തിന്റെ വിജയം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം. ആ അധ്യായത്തിൽ ഒരു സബ് ഹെഡിങ് ഉണ്ട്. ആ സബ് ഹെഡിങ് എന്താ അറിയോ? തുടക്കം മലപ്പുറത്ത്. മർഹൂം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ഉപദേശ നിർദ്ദേശം അനുസരിച്ച് 1976 ഏപ്രിൽ 26 ചെമ്മാട് ചേർന്ന സമസ്ത തിരൂർ താലൂക്ക് ഉത്തരമേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഉലമ ഉമറ കൺവെൻഷനിൽ വെച്ചാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ രൂപം കൊണ്ടത്. എന്നിട്ട് പറയുന്നുണ്ട്, തിരൂർ താലൂക്കിലെ 7 പഞ്ചായത്തുകളിൽ പരീക്ഷിക്കപ്പെട്ട പ്രവർത്തനം വമ്പിച്ച വിജയമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സംഘടന ജില്ലാ തലത്തിൽ വികസിപ്പിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചു. തൽഫലമായി 1977 ഏപ്രിൽ 17 സമസ്ത മലപ്പുറം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ചേർന്ന ഉലമ ഉമറ സംയുക്ത യോഗത്തിൽ മലപ്പുറം ജില്ലാ സുന്നി മഹല്ല് ഫെഡറേഷൻ രൂപീകൃതമായി. അപ്പോൾ 1976-ലും 77-ലും ഒക്കെ ആയിട്ട് മലപ്പുറം ജില്ലയിലെ ആദ്യം തിരൂർ താലൂക്കിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു വർഷം കൊണ്ട് മലപ്പുറം ജില്ലയിലേക്ക് വ്യാപിപ്പിച്ചു. നോക്ക് നിങ്ങൾ, പിന്നീട് ഇത് 10 വർഷം, ഏകദേശം 10 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിന് സംസ്ഥാന കമ്മിറ്റി നിലവിൽ വരുന്നത് എന്ന് മാത്രമല്ല, ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താ അറിയോ സൽമാൻ അസ്ഹർ ഉസ്താദ്? 1987 സംസ്ഥാന തലത്തിൽ വിപുലീകരിക്കപ്പെടുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പോഷക ഘടകമായി SMF-നെ അംഗീകരിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പൊ സമസ്തന്റെ പോഷക ഘടകമായി അംഗീകരിച്ചത് 1987-ലാണ്. ഇതാണ് മുജീബ് റഹ്മാൻ അൻസരി പോലുള്ള ആളുകൾ ഇത് ചോദ്യം ചെയ്തത്. അപ്പൊ ഇത് ന്യായമായ ചോദ്യമാണ്. 87-ൽ നിന്ന് 50 കൂട്ടിയൊക്കെ നിങ്ങൾ എത്ര വരും? 37-ലാണ്. 2037-ലാണ് ഇതിന്റെ 50-ാം വാർഷികം ആഘോഷിക്കേണ്ടത് ശരിക്ക്. ഇപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ധൃതിപ്പെട്ട് ആഘോഷിക്കുന്നതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്? ഇത് സ്വാഭാവികമായിട്ടും ഇവരാണ് ഇത് ചെയ്യുന്നത് എന്നതുകൊണ്ട് സമസ്തയുടെ പ്രവർത്തകർക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടായി. എന്തുകൊണ്ട്? ഇവർ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ ആ തരത്തിൽ സംശയം ജനിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, സമസ്തയുടെ ഏതൊരു കുട്ടിക്കും അഭിമാനകരമായിരിക്കുന്ന ഒരു സമ്മേളനമാണല്ലോ 100-ാം വാർഷികം. ആ 100-ാം വാർഷികത്തിൽ സയ്യിദുൽ ഉലമയുടെ ജാഥ നടക്കുന്ന സമയത്ത് ഇവരെന്താ ചെയ്തത്? ഒന്നായിട്ട് ബഹിഷ്കരിച്ചത് അങ്ങോട്ട് ഒലിച്ചു പോകുന്ന പോലെ വിചാരിച്ച്. പിന്നീട് എന്താ സംഭവിച്ചത്? മല വരുന്നത് പോലെ ഒന്നായിട്ടൊരു വരവരുത്. സമസ്തന്റെ മക്കൾ ഒരു തലക്കുന്നിങ്ങോട്ട് വരുമ്പോൾ ഇവരാകെ പേടിച്ചെന്നല്ല, ആകെ മ്ലാനതയിലായി. ഇവർ ഒപ്പം കൂടിയില്ലേ, ചാടിക്കേറിയില്ലേ. അപ്പൊ അവിടം വരെ മാധ്യമങ്ങളിലൊക്കെ സമസ്തയെ അപകീർത്തിപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടപ്പോൾ വണ്ടി കയറിയ ആളുകൾ അവര് 100-ാം വാർഷികം കഴിഞ്ഞ ഉടനെ ഇനിയും എത്രയോ വർഷങ്ങൾ കിടക്കുന്ന 50-ാം വാർഷികം SMF-ന്റെ പേരിൽ തട്ടിക്കൂട്ടാനുണ്ടായ കാരണം സമസ്തയുടെ മക്കൾ ചോദിച്ചാല് അതിന് ന്യായമായിട്ടും അത് ന്യായമായ ചോദ്യമല്ലേ, ന്യായമായ സംശയമല്ലേ? ഇവർ തന്നെ ഒരു സംശയത്തിന്റെ കരിനിഴലല്ലേ നിൽക്കുന്നത്? ഇവര് മാനുവൽ തിരുത്തിയ ടീമല്ലേ സൽമാൻ അസ്ഹർ ഉസ്താദ്? ഈ ഒരു മാനുവൽ തിരുത്തിയെന്ന് നമ്മൾ പറഞ്ഞതല്ലേ? സോഷ്യൽ മീഡിയയിലെ മ്യാവ് എന്ന് പറയുന്നത് ഈ പൂച്ചക്കുട്ടികൾ പറഞ്ഞതാണോ? നാസർ ഫൈസിന്റെ ഭാഷയെ പറഞ്ഞാല് ഇത് പൂച്ചക്കുട്ടികൾ പറഞ്ഞതാണോ? ഇവർ മാനുവൽ തിരുത്തിയെന്നും ഇത് ഇവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് സമസ്തയിലേക്ക് പരാതി പോയതിന്റെ അടിസ്ഥാനത്തിൽ 7-അംഗ സമിതിയെ സമസ്ത വെച്ച് ഇവരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ മുഷാവറയിൽ പോലും അതിന്റെ ചോദ്യം ചെയ്തില്ലേ? ഇവരെന്തുകൊണ്ട് സമിതിയോട് അന്വേഷിക്കുന്നില്ല? അപ്പൊ ഇവരെന്തായി മുൻകൂർ ജാമ്യം എടുത്തിട്ട് തങ്ങൾ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് എന്ത്, ഞങ്ങൾ MT ഉസ്താദിനെ കാണുന്നുണ്ട്, MT ഉസ്താദിനോട് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ ചെയ്യണത്. പക്ഷെ കഴിഞ്ഞ മുഷാവറ പറഞ്ഞു അത് പറ്റില്ല, എല്ലാവരെയും ഈ സമിതി 7-അംഗം പിന്നെന്തിനാ 7-അംഗത്തിനോട് ആലോചിച്ചിട്ടല്ലാതെ പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടില്ല എന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ, അവരെ പരിചയപ്പെടുത്താൻ വേണ്ടി വീണ്ടും സമസ്ത മുഷാവറ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇതും കൂടെ കാണുമ്പോൾ സമസ്തയുടെ പ്രവർത്തകർ ന്യായമായിട്ടും ചോദ്യം ചെയ്യില്ലേ? ഈ ചോദ്യം ന്യായമല്ലേ? ഇതിന് കണകുണ എന്ന് മറുപടി പറഞ്ഞിട്ട് കാര്യമല്ല.
അപ്പൊ ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോ ചുരുക്കത്തിൽ ഇതിന്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുകയാണെങ്കിൽ SMF 50 വർഷം പൂർത്തിയായിട്ടില്ലാത്ത ഒരു സംഘടനയുടെ 50-ാം വാർഷികം എന്ന പേരിൽ ഈ ആരുടെയൊക്കെയോ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാത്ത കുറെ ആളുകളെ ഒക്കെ ഇതിലേക്ക് വലിച്ചിട്ടുകൊണ്ട് അവരെ കൂടെ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആഘോഷിച്ച് അവിടെ എന്തൊക്കെയോ ഒരു തട്ടിക്കൂട്ട് പരിപാടികൾ നടത്തി എന്ന് വേണം ചുരുക്കത്തിൽ നമുക്ക് പറയാൻ. അതിന്റെ തെളിവുകളാണ് നിങ്ങൾ പറയുന്നത്. അതിനവർക്ക് ന്യായം പറയാനുള്ളത് 1976 തിരൂര് താലൂക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ എന്നാണ്. ഇതിപ്പോ 2026 ആയില്ലേ എന്നൊക്കെയാണ് ചില ആളുകൾ പറയണത്. ഈ 1976 മുതൽ 87 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു പ്രാദേശികമായി രൂപീകരിക്കപ്പെട്ട ഒരു സംഘം എത്രമാത്രമേ ഉള്ളൂ. അങ്ങനെ എത്രയോ സംഘങ്ങൾ നാട്ടിൽ വേറെയുണ്ട്. പക്ഷെ ഇത് സമസ്തയുടെ കീഴ്ഘടകമായി ഔദ്യോഗിക സ്വഭാവമുള്ള ഒരു സംഘടനയായി ഇതിനെ സമസ്ത അംഗീകരിച്ച് സമസ്തയുടെ പോഷക ഘടകമായി എന്നാണോ നിലവിൽ വന്നത്, അത് 1987 എന്ന് ഇവിടെ കൃത്യമായി പറയുകയും ചെയ്തു. 87 സമസ്തയുടെ കീഴ്ഘടകമായ ഒരു സംവിധാനം എങ്ങനെയാണ് ഇപ്പോൾ 50-ാം വാർഷികം ആഘോഷിക്കുക എന്ന് മാത്തമാറ്റിക്സിൽ ബിരുദാനന്തര ബിരുദമെടുത്ത ആളുകളൊക്കെ ഉള്ളതല്ലേ. ഒന്ന് കൃത്യമായി അതിന്റെ കണക്കും കാര്യങ്ങളും ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങളെ അസ്വസ്ഥരാക്കുന്ന ആളുകൾക്ക് തൽക്കാലം ഒരു വിശ്രമിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ അബൂതാർ വൈസി അവിടെ വേറൊരു രസകരമായ സംഭവമുണ്ട്. 1989 ഈ പ്രസ്ഥാനത്തിനെ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ 89 ഈ പ്രസ്ഥാനത്തെ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതിനെ എഴുതി ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ അടക്കമുള്ള നമ്മുടെ പൂർവികരായ മഹത്തുക്കളുടെ സാന്നിധ്യത്തിൽ എഴുതി ഉണ്ടാക്കിയൊരു ഭരണഘടനയുണ്ട്. ഇതിന്റെ നിയമങ്ങളും ചട്ടങ്ങളും. ആ നിയമങ്ങളിലും ചട്ടങ്ങളിലും ചില കാര്യങ്ങൾ ഇന്ന് സമൂഹം പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. SMFന്റെ ഇന്നത്തെ രീതിയും രൂപവും അങ്ങനെയാണോ അല്ലേ? ഭരണഘടന തന്നെ തിരുത്തിയ ആളുകളാണ്, അതുകൊണ്ട് അതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. എന്നാലും ഇന്നത്തെ SMFന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഇതിന്റെ ഭരണഘടനയും ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി വല്ല ബന്ധമുണ്ടോ ഇല്ലേ എന്നുള്ളത് ആളുകൾക്കൊന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉലമാവും ഉമറാവും യോജിച്ചുകൊണ്ട് ഓരോ മഹല്ലത്തിലെയും മതസ്ഥാപനങ്ങൾ സംരക്ഷിക്കുക, പിന്നെ പരിപോഷിപ്പിക്കുക. ഇത് ചെയ്യുക. അതോടുകൂടെ തന്നെ മുസ്ലിം പൊതുജനങ്ങൾക്ക് ദീനീ വിജ്ഞാനം കൊടുക്കുക, മതബോധം വളർത്തിയെടുക്കുക. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ബി ആയിട്ട് 5-ാം ഖണ്ഡത്തിലെ ബി ആയിട്ട് പറയുന്നത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പരിപാലനം, അതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ചെയ്യാന്നുള്ളതാ. പിന്നെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെതായി നിലവിലുള്ള ദീനീ സംഘങ്ങളും സ്ഥാപനങ്ങളും പരിരക്ഷിക്കുക, ഇല്ലാത്തടത്ത് അത് ആവശ്യമായത് ഉണ്ടാക്കുക. ഇതൊക്കെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഈ സംഘം രൂപീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മതവിജ്ഞാനം, മതബോധം ഇത് ജനങ്ങൾക്കിടയിൽ വളർത്തിയെടുക്കുക. അതോടൊപ്പം പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ നവീന ആശയക്കാർക്ക് എതിരിൽ അവരുടെ തെറ്റിദ്ധാരണകളിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തുക. ഇതൊക്കെയാണ് ഓരോ മഹല്ലത്തുകളിലും ഈ സംഘം ചെയ്യേണ്ടത്. ഈ നവീന ആശയക്കാർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വഹാബികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്, അതുപോലുള്ള അവാന്തര വിഭാഗങ്ങളാണ്. എന്നാൽ ഇന്നത്തെ SMFന്റെ ഭാരവാഹികളായി ഉള്ള ആളുകളിൽ പോലും ഈ പറഞ്ഞ സുന്നത്ത് ജമാഅത്തിനെ പരിപോഷിപ്പിക്കാൻ പ്രാപ്തരായ ആളുകളാണോ ഉള്ളത്? അതല്ല, ഈ പറഞ്ഞ നവീന ആശയക്കാരായ ആളുകൾക്ക് കൂടെ മെമ്പർഷിപ്പ് കൊടുക്കുകയും ഇതിന്റെ വാർഷിക ആഘോഷങ്ങളിലും ഇതിന്റെ മറ്റു പരിപാടികളിലുമൊക്കെ മുൻ സീറ്റിൽ അവരെ കൊണ്ടുവന്ന് ഇരുത്തി അവർ കൂടെ കൈപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി വാദിച്ച് ഫാസിസത്തിന്റെ വാള് മുകളിലാണ്, അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് പോകേണ്ട ആളുകളാണ് എന്ന് പറഞ്ഞ് അവരും കൂടെ കൂട്ടപ്പിടിച്ച് നവീന ആശയക്കാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമുക്കറിയാം. അതോടൊപ്പം ഇതിന്റെ നേതാക്കളിൽ തന്നെ പല ആളുകളും ഈ പറയപ്പെട്ട നവീന ആശയക്കാരുടെ വേദികളിൽ പോയി സ്ഥിരമായി ക്ഷണിതാക്കളായി പോവുകയും ഇവിടെ നവോത്ഥാനം ഉണ്ടാക്കിയ ആളുകൾ നിങ്ങളാണ് എന്ന് അവരുടെ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഇന്ന് SMFന്റെ കൈകാര്യകർത്താക്കളായി നടക്കുന്ന ആളുകളും. അപ്പൊ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പോലും പഴിച്ചിട്ടുണ്ട്. ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ചല്ല, ശംസുൽ ഉലമ അടക്കമുള്ള ആളുകൾ ഉണ്ടാക്കിയ ഭരണഘടന അനുസരിച്ചല്ല, ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അനുസരിച്ചല്ല ഈ സംഘം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്
ഇതൊക്കെ ഇതിൽ കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവരുണ്ടാക്കിയെടുത്ത പുതിയ തട്ടിക്കൂട്ട് കമ്മിറ്റിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്ത അവസ്ഥയാണ്. സമസ്തയുടെ ഒരു പോഷക ഘടകങ്ങൾക്കും സംഭവിച്ചിട്ടില്ലാത്ത അത്രയും നാണം കെട്ട ഒരു അവസ്ഥയാണ് അവരുടെ കയ്യിലിരിപ്പ് കാരണം അവർ നേരിടേണ്ടി വന്നത്. ഇതിന്റെ ഒക്കെ പുറമെയാണ് 38 വർഷമായ ഈ സംഘത്തിന് 50 വർഷമായി എന്ന ഒരു പ്രചരണം നടത്തിയിട്ട് സമസ്തയുടെ പോഷക ഘടകമായ ശേഷം 38 വർഷം മാത്രം പ്രായമായ ഒരു സംഘത്തെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു പ്രതിഭാസവും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. മൊത്തത്തിൽ ഇതിന്റെ കൈകാര്യകർത്താക്കളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഇതിന്റെ എല്ലാ അവസ്ഥകളും മാറിപ്പോയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നേതാക്കൾ തീർച്ചയായും ഒന്നുകൂടെ ജാഗ്രത പാലിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.